നല്ല രസമാണ്. ഇതിവിടെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കോളി അല്ലെങ്കിൽ മക്കോളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ സവിശേഷത. വളരെയധികം ആന, പന്നി പോലുള്ള മൃഗങ്ങളുള്ള ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മൾ വന്ന വഴിക്കൊക്കെ ഒരു ചായക്കട ചായ കുടിക്കാൻ പോയപ്പോൾ ആ ചേട്ടനും ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് പോണേന്റെ ഇടയ്ക്ക് നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി. അതെ, നമ്മൾ അവിടെ ഒന്ന് കയറി എൻജോയ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കാണുമ്പോ തന്നെയാണ് നല്ല കാറ്റ്. പിന്നെ നല്ല വെയിലുണ്ട്, മഞ്ഞപ്പൂവുണ്ട്, നീലപ്പൂവുണ്ട്, ചുറ്റും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ ഉള്ള ഒരു മലനിര, ക്യൂട്ട് മലനിരയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുന്ന് താഴെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹരിതാഭയും പച്ചപ്പൊക്കെയായിട്ട് അതിമനോഹരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ വെയില് നല്ല വെയിലാ. ആ വെയില് അടിക്കുന്ന ചൂടുണ്ടെങ്കിലും നമുക്ക് ആ കാറ്റ് വന്ന് നമ്മുടെ ശരീരത്തേക്ക് ഇങ്ങനെ കയറി നമുക്ക് ആ ഒരു അകത്തേക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. ഇടുക്കിയുടേതായ തനതായ അന്തരീക്ഷമാണ് നമുക്കിപ്പോ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ നേരെ മക്കവള്ളിയിലേക്ക് പോവുക. മക്കവള്ളിയിലോട്ട് പോണ വഴി എങ്ങനെയെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? വഴിയെന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് വണ്ണപ്പുറത്തുനിന്ന് നമ്മൾ നേരെ മലനിരകളൊക്കെ കയറി മറ്റേ കള്ളിപ്പാറ കഴിഞ്ഞിട്ട് വെൺമണി എത്തുന്നു. വെൺമണിന്ന് ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റോട്ടാണ് നമ്മുടെ മക്കോളി അല്ലെങ്കിൽ മക്കോളി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത്. വളരെയധികം ഡേഞ്ചറാന്ന് പറയുന്നു. ആശാന്റെ നേരത്തെ പണ്ട് അവിടെ പോയിട്ടുള്ളതാണ്. അവിടെ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ ആശാൻ നടത്തിയതിന്റെ എക്സ്പീരിയൻസിലാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കുന്നത്. പക്ഷെ കാലം അന്നത്തെ കാലമല്ല, ഇന്ന് കാലമൊക്കെ മാറി. റോഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മള് മക്കവള്ളിയുടെ ഏറ്റവും ടോപ്പിലെത്തി. പിന്നെ തിരുവും വളവുമാണ്. എൻ്റെ അമ്മേ, പണ്ട് വന്നെങ്കിലും ഇപ്പോഴതിൻ്റെ ഒരു ഡേഞ്ചർ മനസ്സിലാവണം നമുക്ക്. ഇതിപ്പോ നമ്മുടെ വഴി കിടക്കണുണ്ടോ താഴത്തേക്ക്? കമ്പം കൊടിമട്ടൊക്കെ ചൊര ഇറങ്ങണ പോലെ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓരോ വളവും തിരുവോ, വളവും തിരുവോ ചെയ്ത് ഇവിടുന്ന് തിരിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്ന് തന്നെ വഴി കാണാം. ഇത് നമ്മുടെ ചുരുളി സിനിമയിലെ പോലെ ഒരു ജീപ്പ് കിടപ്പുണ്ടല്ലോ ഇവിടെ. പുല്ലൊക്കെ കയറ്റി വെച്ച് ചുരുളി ലൊക്കേഷൻ കാണാൻ പോയപ്പോൾ ഇതുപോലത്തെ ഒരു പിന്നെ കയറ്റം കയറി. അത് ചെല്ലണ എവിടെയാണെന്ന് പറയാൻ കാട്ടുപോത്താണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് റബ്ബർ തോട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്രീനറി ഉള്ള നമ്മുടെ നെൽപ്പാടം. എന്നാ രസം നോക്കിയത്. ചുറ്റും മലനിരകൾ. ഏകദേശം 60 വീട്ടുകാർ മാത്രം താമസിക്കുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഈ മക്കവള്ളി. പിന്നെ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നിട്ടുണ്ടെങ്കിൽ ചുറ്റും 4 സൈഡും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണിത്. കുഞ്ഞൂഞ്ഞ് H4 എന്നീ 2 നെല്ലുകളാണ് ഇവിടെ സാധാരണ കൃഷി ചെയ്യാറ്. സെപ്റ്റംബർ മാസത്തിൽ നെല്ല് വിതച്ചിട്ട് ജനുവരി അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ മാസത്തോടെ വിളവെടുക്കാൻ പാകത്തിനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 90 മുതൽ 110 ദിവസം വരെയാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലാവധി. നെൽപ്പാടങ്ങൾ നിറഞ്ഞ മക്കവള്ളി എന്ന അതിമനോഹരമായ ഗ്രാമം. ഇതാണ് നമ്മുടെ ഈ മക്കുവള്ളി ഗ്രാമത്തിലെ പള്ളി. പിന്നെ ഈ പള്ളിയോട് ചേർന്നത് റബ്ബർ തോട്ടങ്ങളും പിന്നെ അതല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഒരു കണ്ടം. തോടുമുണ്ട്. തോടും കണ്ടവും
ഭയങ്കര ബ്യൂട്ടിയുള്ള ഒരു ഗ്രാമീണമായ ഒരു പ്രദേശം തന്നെയാണിത്. പിന്നെ അതുപോലെ തന്നെ ഈ കലിങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു കുഞ്ഞു കടയുണ്ട്. ഇതാട്ടോ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ചായക്കട, കുഞ്ചൻ്റെ ചായക്കട. ഇപ്പോൾ പക്ഷേ ഇത് തുറന്നിട്ടില്ല. വൈകുന്നേരം ഒരു 3:30 കഴിഞ്ഞിട്ടാണ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. നന്നായിട്ട് വിശക്കുണ്ടല്ലോ ആശാനെ? നല്ല വിശപ്പാണ്. പക്ഷേ ഞങ്ങൾക്ക് ചായക്കട തുറക്കാത്ത കാരണം ഇനി അടുത്ത് ഏതെങ്കിലും കടയും കൂടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഇവിടുത്തെ പാൽ സൊസൈറ്റി. ഇതും ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല. ഒരു 3:30 ഒക്കെ ആകുമ്പോഴായിരിക്കും ഇതും ഓപ്പൺ ആകത്തുള്ളൂ. ഒരു കട പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു കാര്യം. ഒരു 3:30 ഒക്കെ ആവാതെ ഇവിടെ ഇനി കട തുറക്കുന്നില്ല എന്നാണ് നമ്മൾ ആദ്യം കണ്ട ആ ചേട്ടനൊക്കെ പറഞ്ഞത്. അത് തന്നെ ഞങ്ങളിപ്പോൾ പെട്ടിരിക്കുകയാണ് ആക്ച്വലി. പക്ഷേ നമ്മുടെ ഗ്യാസും കാര്യങ്ങളുണ്ട്, എങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല. ഇതുണ്ട് ഇവിടെയും ഇതേ കണ്ടങ്ങളുണ്ട് കേട്ടോ. കണ്ടങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് കണ്ടം കൃഷിയുണ്ട്. ഇത് ഇന്നുണ്ടോ ആ മലയുടെ താഴെ തന്നെയായിട്ട് കണ്ടവും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അവിടെ വീട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുണ്ട് മല കാണുമ്പോൾ തന്നെ വലിയ രസമുള്ളൊരു മലയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു കെട്ടിടമാണ്. ഈ കെട്ടിടം ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടുള്ള കെട്ടിടം. പിള്ളേർ കളിക്കണമെന്ന് തോന്നുന്നു. നല്ല ഗ്രൗണ്ടൊക്കെ, കുഞ്ഞു പിള്ളേർ കളിക്കുന്നത്, ഫുട്ബോൾ കളിക്കാനായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടാണ് നമ്മൾ ആ കാണുന്നത്. അവരുടെ തനതായ രീതിയിൽ അവന്മാർ സെറ്റ് ചെയ്തേക്കണം ഗോൾ പോസ്റ്റ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ മറ്റേ അട്ടയുണ്ട് കേട്ടോ. അട്ടയുടെ ശല്യമുണ്ട്. ഇപ്പോൾ കാലലിപ്പി ഓർണം കയറി കടിച്ചോളൂ. ജസ്റ്റ് നമ്മളൊന്ന് കാലലോർണം കടിച്ചെന്ന് പറയണോ. ഞാൻ പയ്യെ മാറുന്നു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോന്ന് മൊത്തം തപ്പി നോക്കി അറിയാം. ഓർണത്തിനെയൊക്കെ നമ്മൾ ചാടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി എവിടേക്ക് കടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഉച്ചയ്ക്കൊക്കെ വന്നെങ്കിൽ നമുക്ക് ഇച്ചിരി പണി വാളും കേട്ടോ. നമുക്ക് ഇല്ല, ഫുഡ് കിട്ടാനായിട്ട് കടകളൊക്കെ 3:30 ആവും തുറക്കുമ്പോൾ. പിന്നെ ഇവിടെ ഒരു മഴ വലിച്ചേക്കുന്നുണ്ട്. പക്ഷേ മൂക്കാത്ത കാരണം അതേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഇതാണ് ഈ ഗ്രാമത്തിലെ LP സ്കൂള്. അടിമാലി ഉപജില്ലയുടെ കീഴിൽ വരുന്ന ഈ സ്കൂള് 80 കാലഘട്ടം മുതൽ ഇവിടെ നിലവിലുണ്ട്. 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയ അതേ രീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളും പിന്നെ യും അതുപോലെ തന്നെ തറാപറായും ഇവിടെ എല്ലാം ഇങ്ങനെ ചുമരിക്കോടെ എല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇതിൻ്റെ അത് ബോർഡിലേക്ക് നോക്കി കഴിയുമ്പോൾ ആ 3 സ്റ്റാൻഡുള്ള, അതായത് 3 കാലുള്ള ആ ബോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ആ ബോർഡൊക്കെ എടുത്തു വെച്ച് ഒരു വല്ലാത്തൊരു ഫീലാണത് കാണുമ്പോൾ. അപ്പം അങ്ങനെ ഒരു 10 രൂപ എല്ലാം നമ്മൾ പുറകോട്ട് പോയ അവസ്ഥയല്ല കാണുമ്പോൾ തോന്നുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്കൂളാണ് നമുക്കിത്. ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു കാടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇത്ര നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്കൂളൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷ ചെയ്തിട്ടുണ്ടോ. പുതിയതായിട്ട് വരച്ച പിള്ളേരെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ല രസമുണ്ട്. ഈ കണ്ടത്തിൻ്റെ നടുക്ക് തെങ്ങൊക്കെ ഉണ്ട്. ഇത് ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയതാട്ടോ. നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഓടിക്കുകയോ ചാടിക്കുകയോ ഒക്കെ ചെയ്തോ. സ്ഥലം മക്കുള്ളി. ഗൈസ്, നമ്മുടെ അച്ഛൻ്റെ പാൻറ്റയിൽ മറ്റും അട്ട കടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ ഇത് സേഫായിട്ട് ഇതൊക്കെ നമ്മൾ നോക്കണം. ഇച്ചിരി ഉപ്പുണ്ടെങ്കിൽ ഇത് തോണ്ടിക്കളയാൻ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അവിടെ തോണ്ടി ചടിക്കില്ല. അച്ഛന് ഭയങ്കര പേടി ഇതുണ്ടോ. ഞാൻ കളഞ്ഞോളാം. പേടിക്കണ്ട. ഇതുണ്ടോ, ഇതിവൻ വിഷയമില്ല. നമുക്കൊരു കമ്പുണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അതെ, നമ്മുടെ ട്രൈപോഡിൻ്റെ പോയിന്നേ ചാടിന്നേ. അപ്പോൾ ഗൈസ്, ഞാൻ ആശാനെ കളിയാക്കി എൻ്റെ കാലയിലും കയറിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഇഷ്യൂ തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആശാൻ ഇവിടെ സ്ഥലം വാങ്ങുമെന്നൊക്കെ പറഞ്ഞ ആശാനാണ് ഒരു അട്ട കഴിച്ചു എന്ന് പറഞ്ഞ് പ്ലാനൊക്കെ മൊത്തം മാറ്റിയിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മളിതിൽ വരുമ്പം നമ്മൾ ഈ ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വരാൻ സൂക്ഷിക്കണം. ഇത് ഇവിടുത്തെ നാട്ടുകാരനാണ്. എടാ നിൽക്കടാ. പക്ഷെ ഇവിടെ നമ്മൾ കണ്ട പട്ടികൾക്കൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് നല്ല രീതിയിൽ മനുഷ്യന്മാരെ പേടിയാട്ടോ. ധാരയ്ക്ക് ഇവന്മാർ ഉപദ്രവിച്ചിട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത്. നമ്മളെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ പോയേക്കുന്നത്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവൻ. പിന്നെ നമ്മൾ ആദ്യം ആ കണ്ടത്തിൻ്റെ അവിടെ വെച്ച് ആ ചേട്ടനെ കണ്ടില്ലേ, പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇവർ ഫുഡിനെ ആശ്രയിക്കണമെന്ന് പറഞ്ഞു. അത് ഇതിവിടെ ഈ കപ്പയും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. എല്ലായിടത്തും അതെ, എല്ലാം ഒരു ഭൂമി പോലും ഇവർ ചുമ്മാ ഇട്ടിട്ടില്ല. കപ്പയോ കുരുമുളകോ കാച്ചിലോ എന്തെങ്കിലുമൊക്കെ ഇവർ
കൃഷി ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവരുടെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം ഇത് തന്നെ. അതായത് ഉണ്ടോ, കൊക്കോയുണ്ട്, കാപ്പിയുണ്ട്. വൈകുന്നേരമായ ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് കുഞ്ചൻചേട്ടൻ്റെ കടയിലാണ് ഒത്തുകൂടാറ്. ചെസ്സും പാമ്പും കോടിയും കുറേ കൊച്ചു വർത്താനായിട്ട് രാത്രിയോളം ഇവർ ഇവിടെ തന്നെ ആയിരിക്കും ചിലവഴിക്കുക. ഇവരുടെ കളി മൂക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ചൻചേട്ടനും എത്തും. അപ്പൊ ഞാൻ 5 25. അങ്ങോട്ട് ആരും ഒന്നും പറഞ്ഞില്ലേ? പഴമാണ്, നല്ല പഴം കൊണ്ടുണ്ടാക്കിയ നല്ല ബോളി, അതുപോലെ തന്നെ നല്ല കട്ടൻ. കണ്ടത്തിന്റെ നടുക്ക് വെച്ച് തന്നെ നമ്മളൊരു നമ്മുടെ തനതായ ശൈലിയിൽ നമ്മൾ ഉണ്ടാക്കിയ കട്ടൻ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കടകളൊക്കെ തുറക്കണമെങ്കിൽ 3:30 കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ തന്നെ പണിക്കാർ തന്നെയാണ്, ഇവിടെ ഉള്ളവരുടെ തന്നെയാണ് ഈ കടകൾ. അവര് രാവിലെയുള്ള വർക്ക് എല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായിരിക്കും അവർ കട തുറക്കുന്നത്. അപ്പം അത് കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കാര്യമാണ് പുറത്തുനിന്ന് വരുന്നവർക്കൊരു പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അതിന്റെ പുറകെ പോകും. അത്രയും രസകരമായിട്ടുള്ള പ്ലേസൊക്കെ ഒരു രക്ഷയില്ല. പഴയ ഒരു ഗ്രാമീണ തനിമ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണാൻ വരെ. അപ്പം കൂട്ടുകാരെ, ഈ മക്കുവള്ളി എന്ന് പറയുന്ന ഗ്രാമം ഇതേ ആ കാണുന്ന കേട്ടോ, ആ ഒരു മണ്ണുവഴിയൊക്കെ കണ്ടില്ലേ, ആ കണ്ടത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് തിരിച്ചു കയറി വന്നേക്കണേ. നമ്മൾ ആ മലയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കയറി വന്നുള്ളൂ. മഴക്കാറുള്ള കാരണം ഞങ്ങളിങ്ങനെ പെട്ടെന്ന് കയറിയെന്നുള്ളൂ. ഇതൊക്കെ കൊടൂരമായ കാടാണ്, ആനയും പന്നിയും ഒക്കെയുള്ള കാടാണ്. അപ്പോൾ കുറേ നേരം ഒന്നും നിൽക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ വിട്ടുപോരും ചെയ്തേ. അല്ലെങ്കിൽ അവിടെ ഇന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും. ഏകദേശം ഇപ്പോൾ ഒരു 5:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ആ ഇതുണ്ടോ, ആ പച്ചപ്പ് കണ്ടോ, അതാണ് നമ്മളിപ്പോൾ കണ്ട ആ കണ്ടമൊക്കെ. നമ്മളിപ്പോൾ കുറേ നേരം ഇരിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്ത് ആ കണ്ടാണ് ആ താഴെ കാണുന്നത്.